മൊബൈല്, ടി വി, ലാപ്ടോപ്പ് അല്ലെങ്കിൽ ടാബ് ഇങ്ങനെയുള്ളത് കാണുന്നതിന് എത്ര സമയമെടുക്കുന്നു, എത്ര നേരം കാണുന്നു എന്നുള്ളതാണ് സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ. ഇത് പലതരത്തിൽ വ്യൂ ചെയ്യാം. ആക്റ്റീവ് വ്യൂയിങ് ആയിരിക്കാം, അല്ലെ പാസീവ് ആയിരിക്കാം. ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന, ലൈക്ക് ഒരു എഡ്യൂക്കേഷണൽ സെഷനിൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്കൈപ്പ് മീറ്റിംഗിൽ ഇന്ററാക്ട് ചെയ്യുന്നതിനാണ് ആക്റ്റീവ് വ്യൂയിങ് എന്ന് പറയുന്നത്. പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കാണുക, റീൽസ് സ്ക്രോൾ ചെയ്ത് കാണുക, അങ്ങനെ നമ്മുടെ ഇന്ററാക്ഷൻ ഇല്ലാത്തതിനാണ് പാസീവ് വ്യൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതില് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശാരീരികമായ പ്രശ്നങ്ങളാകാം, മാനസികമായ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ സോഷ്യൽ ബിഹേവിയറൽ പ്രോബ്ലംസ് വരാം. ഇപ്പൊ എന്താണ് സാധാരണ കാണുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ, ഒത്തിരി നേരം ഈ സ്ക്രീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ടി വി അല്ലെങ്കിൽ മൊബൈൽ അല്ലെ അതുപോലത്തെ ഡിവൈസ് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ണിനുള്ള സ്ട്രെയിന്, ബ്ലൂ ലൈറ്റ് കൊണ്ടുള്ള സ്ട്രെയിനും തലവേദനയും ഒക്കെ ഉണ്ടാകാം. കഴുത്ത് വേദന, നടുവേദന, ഇങ്ങനെയൊക്കെയുള്ളതാണ് സാധാരണ കാണുന്ന ശാരീരിക പ്രശ്നങ്ങൾ. പിന്നെ പൊണ്ണത്തടി, കളിക്കാൻ പോവാത്ത കുട്ടികൾ മിക്കവാറും ഇതിന് മുമ്പിൽ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പൊണ്ണത്തടി പോലുള്ള പ്രശ്നങ്ങൾ വരാം, അല്ലെ ഒബീസിറ്റി. മാനസിക പ്രശ്നങ്ങൾ എന്താണ്? ആങ്സൈറ്റി, ഡിപ്രഷൻ, എസ്പെഷ്യലി അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലും ഈവൻ കൊച്ചുകുട്ടികളിലും അതുണ്ട്. അത് പലപ്പോഴും അറിയാതെ പോകാം, പക്ഷെ അത് ഇതിൻ്റെ ഒരു പ്രോബ്ലമാണ്. പിന്നെ സോഷ്യൽ ആൻഡ് ബിഹേവിയർ എന്ന് വെച്ചാൽ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാതിരിക്കുക, സമൂഹമായിട്ട് അധികം ഇടപെടാതിരിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, ആരെങ്കിലും ഇതിനെ ഇന്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, തടസ്സപ്പെടുത്തിയാൽ ദേഷ്യം വരിക. പിന്നെ കൊച്ചുകുട്ടികളിൽ, പ്രത്യേകിച്ച് സംസാരമൊക്കെ വളർന്നു വരുന്ന, സംസാരമൊക്കെ തുടങ്ങുന്ന കുട്ടികളിൽ പലപ്പോഴും അതിലൊരു ഡിലേ, സംസാരത്തിലൊരു ഡിലേ അല്ലെങ്കിൽ വേർഡ് ഔട്ട്പുട്ടിലൊരു ഡിലേ ഒക്കെ കാണാറുണ്ട്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സാധാരണ കാണുന്ന പ്രശ്നങ്ങൾ. ഇത് വളരെ കോമൺ ആണ്. ചെറിയ കുട്ടികൾ സ്പീച്ച് ഡിലേ ഒക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ഇനി എന്താണ്, എത്ര നേരമാണ് നമ്മളിത് കാണേണ്ടത് എന്നുള്ളത് ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് പറയുന്നത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 0 സ്ക്രീൻ ടൈമാണ്. അതായത് അവര് ടി വിയോ മൊബൈലോ കാണാനേ പാടില്ല. 2 തൊട്ട് 5 വയസ്സുള്ള കുട്ടികൾക്ക് 1 മണിക്കൂറിൽ താഴെ സൂപ്പർവൈസ്ഡ് ആയിട്ട് പേരൻസ് ഡിസൈഡ് ചെയ്യണം എന്ത് പ്രോഗ്രാമാണ് അവർ കാണേണ്ടത്. അത് കുറച്ച് അവർക്കുള്ള എന്റർടൈൻമെന്റ് എഡ്യൂക്കേഷണൽ വീഡിയോസ് ആണെങ്കിൽ അത്രയും നല്ലത്. 5 തൊട്ട് 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 മണിക്കൂറിൽ താഴെയാണ് സ്ക്രീൻ ടൈം പറയുന്നത്. അതും സൂപ്പർവൈസ്ഡ് ആയാൽ നല്ലത്. ഇനി 10 വയസ്സിൽ മുകളിലുള്ള കുട്ടികൾക്ക് റെസ്പോൺസിബിൾ വ്യൂയിങ് എന്ന് പറയും. എന്താണ് അവർ കാണേണ്ടത്, എഡ്യൂക്കേഷണൽ പർപ്പസിനാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിച്ചു കൊടുക്കുക. അവർക്ക് എന്താണ് നല്ലതെന്ന് മനസ്സിലാക്കിച്ചു കൊടുത്തിട്ട് റെസ്പോൺസിബിൾ വ്യൂയിങ് ആണ് നല്ലത്. ഇല്ലെങ്കിൽ പലപ്പോഴും സൈബർ ബുള്ളിയിങ് പോലുള്ള പ്രശ്നങ്ങളിലും കുട്ടികൾ ചെന്ന് അകപ്പെടാൻ സാധ്യതയുണ്ട്. സോ എങ്ങനെ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം കുട്ടികളെ? ഇപ്പൊ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് 0 വ്യൂയിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഭക്ഷണം കൊടുക്കാനൊക്കെ ടി വി വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട്. അതിന് പകരം അവരോട് സംസാരിക്കുക, അവരോട് ഇന്ററാക്ട് ചെയ്ത് അവരെ പല കളികളിലൊക്കെ ഏർപ്പെടുത്തുകയും ആക്റ്റീവ് ആക്കുകയും ചെയ്യുക. അതിൻ്റെ കൂടെ ഭക്ഷണവും കൊടുക്കാം. അല്ലാതെ ഫുൾ ടൈം അവർക്ക് ടി വി വെച്ചിട്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യാനായിട്ട് ഇരിക്കരുത്. പിന്നെ ചെയ്യാവുന്ന അവർക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പ്ലേ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുക. അത് അവരുടെ കൂടെ കളിക്കുകയോ അല്ലെങ്കിൽ അവരെ സ്പോർട്സിൽ ബാഡ്മിൻ്റനോ സ്വിമ്മിങ്ങോ പോലുള്ള ആക്റ്റീവ് സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യുകയോ ചെയ്യാം, കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പേരൻസിനെ കണ്ടാണ് അല്ലെ മുതിർന്നവരെ കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. മുതിർന്നവരാണെങ്കിലും വീട്ടിൽ വന്നിട്ട് മൊബൈലിൽ നോക്കിയിരിക്കരുത്, ടി വി കണ്ടുകൊണ്ടിരിക്കരുത്. കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുക, അവരോട് പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യുക. മൊബൈൽ കാണരുതെന്ന് പറയുമ്പോഴും അച്ഛനും അമ്മയും മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്കും ഒരു ടെൻഡൻസിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ അത് കഴിയുന്നത് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരു ഏരിയ, സ്ക്രീൻ ഫ്രീ ഏരിയ പോലെ ഒന്ന് ഡിസൈഡ് ചെയ്യുക. അതായത് ബെഡ്റൂമിൽ ടി വിയോ മൊബൈലോ കാണില്ല. ഭക്ഷണം കഴിക്കാൻ നേരത്ത് മൊബൈൽ കാണുന്നതിന് പകരം എല്ലാവരും തമ്മിൽ സംസാരിച്ച് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ എല്ലാവരും ഒരുപോലെ ഡിസൈഡ് ചെയ്യുകയും പാലിക്കുകയും ചെയ്യുക. കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ 1 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈലെല്ലാം ഓഫ് ചെയ്തിടുക. പിന്നെയുള്ള സ്ക്രീൻ ടൈം, ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ ടോട്ടലി 0 ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും ഒന്നും കാണാതെ പീസ്ഫുൾ ആയിട്ട് കിടന്നുറങ്ങാനും പറ്റുക.